എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി പരിപ്പ് വട. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തുവരപ്പരിപ്പാണ്. ഇത് 1.5 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഈ പരിപ്പ് ഇവിടെ 2-3 മണിക്കൂറോളം നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് പൊതിർന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പരിപ്പ് ഇങ്ങോട്ട് എടുത്തു. പരിപ്പൊക്കെ നന്നായിട്ട് പൊതിർന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ ഞാൻ ഈ വെള്ളം ഊറ്റിക്കളയാൻ എടുത്തിട്ട് വരാം. പരിപ്പിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പിൽ നിന്നൊരു 3 സ്പൂൺ പരിപ്പ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 3 സ്പൂൺ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കുമെന്ന്. ഇനി ഈ പരിപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഒന്നിച്ച് കൊള്ളത്തില്ല, കൊണ്ട് കുറേശ്ശെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. പരിപ്പ് ഇതാ ഞാൻ കുറച്ച് ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ വെള്ളമൊന്നും ചേർക്കാതെ വേണം പരിപ്പ് അരച്ചെടുക്കേണ്ടത്. പിന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരി പോലെയാണ് നമ്മുടെ പരിപ്പ് വേണ്ടത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പരിപ്പ് കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെയും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ല പേസ്റ്റ് രൂപത്തിലും അരച്ചെടുക്കണ്ട. ഒന്ന് ഞാൻ ഒതുക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ ഈ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ആ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ 3 സ്പൂൺ പരിപ്പ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഈ പരിപ്പ് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും ആ മിക്സിയുടെ ജാർ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു ഉള്ളിയാണ് എടുത്തത്. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയൊക്കെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇതും നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരിപ്പിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു കായം, അത് കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പരിപ്പൊടിയൊക്കെ ആക്കി കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പരിപ്പൊടിയൊക്കെ നല്ല കളറും കിട്ടും. അങ്ങനെ ഇതാ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഇവിടെ ഒരു പാത്രം ഞാൻ ചൂടാകാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോഴേക്കും ഈ നമ്മുടെ പരിപ്പ് വടനെ ഇങ്ങനെ പരത്തിയെടുക്കാമെന്ന് കണ്ടുവെക്കാം. ആദ്യം ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ പരത്തണമെങ്കിൽ ചെയ്യാം. പക്ഷേ പരിപ്പ് വടയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപ്പടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് പോരാം. ഇനി നമുക്ക് ബാക്കി കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നിവിടെ ഞാൻ മുഴുവനും ആക്കുന്നില്ല, കുറച്ച് കൂട്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. അത് നാളെ വൈകുന്നേരം ചായക്ക് ആക്കിയെടുക്കാം. ഇന്നിപ്പോൾ മുഴുവൻ നമുക്ക് കഴിച്ചാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാനിതിങ്ങനെ ആക്കുന്ന സമയത്ത് 2 ദിവസത്തേക്കാണ് ആക്കാറ്. കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കാറില്ല, ഒരു 2 ദിവസം വരെ വെക്കും. ഇനി അപ്പോൾ ഇവിടെ ഇതാ ഇട്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി ഇനി ഇതാ നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണ്. ഇനി അടുത്ത റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്